എന്താണ് എല്ലാവരുടെയും ന്യൂ ഇയർ പ്ലാൻസ്? നമുക്കിവിടെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ന്യൂ ഇയർ ആവുന്നതിന് മുന്നേ തന്നെ റൂമൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടില്ല. ഇനി അത് മാറ്റി വയ്ക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആവാനൊരു ദിവസമല്ലേ ഉള്ളൂ. റൂമിൽ നിന്ന് തുടങ്ങണം എന്നാണ് വിചാരിച്ചെങ്കിലും ഞങ്ങൾ എന്തായാലും മേലത്തെ ഹാളിൽ നിന്ന് തുടങ്ങി. 5 മിനിറ്റ് വൃത്തിയാക്കലും അരമണിക്കൂർ വർത്താനം പറയലും പിന്നെ ഈ കലാപരിപാടികളൊക്കെ കഴിയുമ്പോൾ കുറേ നേരം എടുക്കും കേട്ടോ വൃത്തിയാക്കാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു റീലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെയും ക്ലീനിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അപ്പം അടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് തുടയ്ക്കുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല. അങ്ങനെ ഹാളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂം വൃത്തിയാക്കാൻ വന്നു. അപ്പോൾ വൃത്തിയാക്കുന്നതിന് മുന്നേ തന്നെ മടക്കി വെച്ച തുണിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ ദാ AC വൃത്തിയാക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കുഞ്ഞ് ഷെൽഫിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റാണ്. ഏട്ടനിപ്പോൾ ഈ ഫാൻ വൃത്തിയാക്കുന്നതിനിടയിൽ താഴെനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പണി പെട്ടെന്ന് തീരാത്തതും ഒരേ വർത്താനാണ്. പിന്നെ ഞാൻ വേഗം കട്ടിലിനും ഈ മേലെ ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഫുള്ള് വൃത്തിയാക്കി, പൊടിയൊക്കെ ഉണ്ടാവും അവിടെ ചെറുതായിട്ട്. എന്നിട്ട് പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ താഴെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ചു. ഏട്ടൻ ധൈര്യമായിട്ട് ഫാൻ തുടച്ചോളൂ, ഞാൻ താഴെ ഉണ്ടെന്ന് കേട്ടോ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബെഡ്റൂം അടിച്ച് വാരി. ഉച്ചനേരമായിട്ടുണ്ട്, നല്ല വിശപ്പായിട്ടുണ്ട് രണ്ടുപേർക്കും. ഇനിയിപ്പോൾ എന്തായാലും തുടച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ പണി പകുതിയാവുമല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റീലൊക്കെ എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമായിരുന്നു, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തുടയ്ക്കാൻ വന്നു കേട്ടോ. പിന്നെ തുടക്കൽ പരിപാടികളൊക്കെ വേഗം തീർത്ത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് റിസപ്ഷന് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കലൊക്കെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ റൂമിൽ അധികം വൃത്തിയാക്കിയിട്ടില്ല, കാരണം അതിലധികം അങ്ങനെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ക്ലീനിങ് വൈൻഡപ്പ് ചെയ്തു.